എന്താ? ഓ, അക്ഷീരം പിടിച്ച മൂദേവി മഹാലക്ഷ്മി വന്നു കയറുമ്പോഴാണോടി നിന്റെ ഈ വേഷം? മഹാലക്ഷ്മിയോ? എവിടെയമ്മേ? ഇങ്ങനെ ഒരു പൊട്ടിപ്പെണ്ണ് എടീ, നമ്മുടെ ഗോപി വന്നിട്ടുണ്ടെന്ന്. ഏത് ഗോപി? എന്റെ മരുമകൻ. അവനിപ്പോ പഴയ ആളൊന്നുമല്ല, ഒത്തിരി പണമായിട്ടാ വന്നിരിക്കുന്നത്. അതിന് നമുക്കെന്താ? നമുക്ക് തന്നെ അതിന്റെ ഗുണം. മോള് പോയി അവനെ ഒന്ന് ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോവാ. നിന്നെ അങ്ങോട്ട് അയക്കാമെന്ന് ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞിട്ടാ വന്നിരിക്കുന്നത്. ഞാൻ പോണോ അമ്മേ? അതിനെന്താടി, അവൻ അന്യനാണോ? മോളി വേഷമൊക്കെ ഒന്ന് മാറ്റി വേഗം ഇട്ട് അവനെ വിളിച്ചോണ്ട് പോവാ. അസുഖത്താണെങ്കിലും കൂടെ നമ്മളോടാടി. വഴി വെച്ച് അവൻ എന്നെ കണ്ടപ്പോഴേ അപ്പച്ചേന്നൊരു വിളി. എന്റെ മേലാകെ കുളിര് കോരിയിട്ട് പോയി. മോള് വേഗം ചെല്ലേ. ആ പിന്നെ നീ ആ വീട്ടിനകത്തോടൊന്നും കയറണ്ട കേട്ടോ, കാറിന്റെ അടുത്ത് തന്നെ നിന്നാ മതിയേ. അങ്ങനെ ഞാൻ തുടങ്ങിയ ബിസിനസ് എല്ലാം വിജയിച്ചു. തൊട്ടതിനെല്ലാം എനിക്ക് ലാഭം കിട്ടി. ലക്ഷങ്ങൾ എന്റെ കൈകളിലേക്ക് ഒഴുകി ഒഴുകി വന്നു. ഒടുവിലിത് അച്ഛൻ ജോലി ചെയ്തിരുന്ന മില്ല് തന്നെ ഞാൻ വിലയ്ക്ക് വാങ്ങാൻ പോകുന്നു. അപ്പോൾ അന്ന് നീ ചെറിയാച്ചന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയ പണമാണ് ഇന്നും എന്നെ ഈ നിലയിൽ വലിയ മുതലാളിയാക്കിയത്. മോനെ, അന്ന് ആ പണം ഈ വീട്ടിലെടുക്കാൻ എന്റെ മനസാക്ഷി സമ്മതിച്ചില്ല. ഇന്നും അച്ഛന്റെ ആ മനസ്സിന് ഒരു മാറ്റവുമില്ല. ഞാൻ പഴയ മനുഷ്യനാണ്, പക്ഷേ മരിക്കുന്നതുവരെ എന്റെ മനസാക്ഷിയെ ഞാൻ വഞ്ചിക്കില്ല മോനെ. അച്ഛാ, ഞാൻ കുറച്ച് പണം ലീലയ്ക്ക് കൊടുക്കുന്നതിൽ വിരോധമുണ്ടോ? അവൾക്കിവിടെ ഒരു കുറവുമില്ല. ഞാൻ അവളുടെ മൂത്ത സഹോദരനാണ്. എന്റെ മനസ്സ് നിറഞ്ഞ് ഞാൻ അവൾക്ക് കൊടുക്കുന്നത് അച്ഛൻ തരയരുത്. ഇതല്ലേ? ക്ഷമിക്കണം ചേട്ടാ, ആ പണം ഇവിടെ വേണ്ട. വേണു? അതെ, വേണു തന്നെ. വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയപ്പോൾ ഇങ്ങനെ പറയേണ്ടി വന്ന ദുഃഖമുണ്ട്. ചേട്ടന് മറ്റൊന്നും തോന്നരുത്. ഇത് ഞാൻ എന്റെ സഹോദരിക്കാണ് കൊടുക്കുന്നത്. അതിനുള്ള അവകാശം പോലും എനിക്കില്ലേ? ഉണ്ട്, പക്ഷെ അച്ഛൻ ജീവിച്ചിരിക്കുന്ന ഈ വീട്ടിൽ വെച്ച് വേണ്ടെന്നേ പറഞ്ഞുള്ളൂ. വേണു, ഇത് ചേട്ടന്റെ വീടാണ്. എപ്പോഴെങ്കിലും ചേട്ടൻ ഇവിടെ വരാം, നിങ്ങളെ കാണാം, ഇഷ്ടമാണെങ്കിൽ ഇവിടെ താമസിക്കുകയും ചെയ്യാം. പക്ഷെ ഈ പണം വെച്ച് നോക്കി അച്ഛനെ മുമ്പെടുപ്പെടുത്തരുന്ന് മാത്രമേ ഒരു അപേക്ഷയുള്ളൂ. ഒരു തരി പൊന്ന് പണയം വെക്കാൻ ചെന്ന അമ്മയെ ചിട്ടിക്കാരൻ അപമാനിച്ചു. പണമുണ്ടായിരുന്നെങ്കിൽ അന്നത് സംഭവിക്കില്ലായിരുന്നു. ഈ പണം കളവിടേണ്ടതാണെന്ന് നീയും അച്ഛനും പറയുന്നു. പക്ഷെ ഇതിന്റെ വില എന്താണെന്ന് ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാം. അങ്ങനൊരു സന്ദർഭം വന്നാൽ അന്ന് ഞാൻ എന്റെ അഭിപ്രായം മാറ്റം തരാം. ശരി, ഞാൻ വരട്ടെ അച്ഛൻ. ഗോപിയേട്ടൻ അന്നെന്ന് അമ്മ പറഞ്ഞു. അമ്മയോ? നീ ആളാണ് മാറിപ്പോയല്ലോ. ഗോപിയേട്ടനെ അമ്മ കാത്തിരിക്കുക, വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. പണമില്ലാത്ത എന്റെ കുടുംബത്തെ നിർദാക്ഷിണ്യം അവഹേളിച്ചിരുന്ന അപ്പച്ചി ഇപ്പോൾ എന്നെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നു. പണവുമായി വന്നെന്ന് എന്റെ വീട്ടുകാർ ആട്ടിപ്പുറത്താക്കും. അമ്മനെ ഈ രൂപ അപ്പച്ചിക്ക് കൊടുത്തേക്കും. ഗോപിയേട്ടാ, സൂക്ഷിച്ചു കൊണ്ടുപോകണം. ഗോപിയേട്ടൻ വീട്ടിലേക്ക് വരുന്നില്ലേ? എനിക്കൽപ്പം തിരക്കുണ്ട്. നാളെ വരാമെന്ന് അപ്പച്ചിയോട് പറയും. വരട്ടെ. ആരാമണിയാ കാറിൽ പോയത്? ഗോപിയേട്ടൻ. ഏത് ഗോപിയേട്ടൻ? അമ്മ എന്റെ നാട് വിട്ടു പോയ. ഓഹോ, അയാൾ വന്നോ? അതിന് നിങ്ങളുടെ ഔദാര്യമൊന്നും വേണ്ട. മില്ല് ലീസിനെടുക്കാൻ വേറെ 100 പേരുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണെന്ന് കേൾക്കട്ടെ മീനോൻ ചേട്ടാ. തൊഴിൽ കുഴപ്പങ്ങൾ അവസാനിപ്പിച്ച് ഞാൻ ഈ മില്ല് ലാഭത്തിൽ നടത്തി കാണിച്ചു തരാം. അതിന് ഞങ്ങൾ ഇതിലൂടെ എഴുതി തരണോ? വേണ്ട, ഒരു നല്ല നിലയിലാകുന്നതുവരെ ഞാൻ പണമിറക്കുന്ന ഒരു പങ്കാളിയാവാം. ലാഭവിഹിതം മാത്രം തന്നാൽ മതി. അതിനുശേഷം മില്ല് നിങ്ങളെ ഏൽപ്പിച്ചിട്ട് ഞാൻ പൊക്കോളാം. വാടേസേ? എനിക്ക് സമ്മതമാണ്. ജയന്തി കുഞ്ഞ്, ഇതിന്റെ എല്ലാ വശങ്ങളും ആലോചിക്കാതെ വാക്ക് പറയരുത്. മേനോൻ ചേട്ടാ, ഞാനൊരു കൊച്ചുകുട്ടിയല്ല. ഈ കാര്യം എനിക്ക് വിട്ടേക്കൂ.
ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി കുഞ്ഞിന്റെ ഇഷ്ടം. നീണ്ടിട്ട് പഴയ ആളാ. വല്ലതും പറയുന്നത് കൊണ്ട് മറ്റൊന്നും തോന്നരുത്. ഹീസ് എ വെരി വെരി സിൻസിയർ മാൻ. ജയന്ത് തെറ്റിദ്ധരിക്കരുത്. നിങ്ങളെ ആദ്യം കണ്ടപ്പോൾ എനിക്ക് ബഹുമാനം തോന്നി. പക്ഷെ ഇപ്പോൾ തോന്നുന്നത് എന്താണെന്നറിയാമോ? സ്നേഹം. എനിക്കും വിശക്കുന്നില്ലേ? നമുക്ക് വല്ലതും കഴിക്കാം. ജയന്തി അടുത്തിരുന്നപ്പോൾ ഞാൻ വിശപ്പ് മറന്നുപോയി. വരൂ. കമാൺ. ഇനി ഒരു പാർട്ടിയും നമ്മളെ പുറത്താണ്. അതിനൊറ്റ വഴിയുള്ളൂ നേതാവേ. നമുക്ക് നമ്മുടേതായ ഒരു പാർട്ടി ഉണ്ടാക്കും. ആരെങ്കിലും 10 ചക്രം തന്നെ മേടിച്ചു പോയ നോട്ടീസായി അവിശ്വാസ പ്രമേയമായി. നേതാവിന്റെ കൂടെ പ്രവർത്തിച്ച എത്ര പേര് ഇപ്പൊ മന്ത്രിമാരായ സ്റ്റേറ്റ് ക്യാബിൽ പോന്നു. നേതാവ് ഇപ്പോഴും തെക്കുവടക്ക് നടക്കല്ലേ റോട്ടിൽ കൂടെ. കഴിഞ്ഞ 7 വർഷമായിട്ട് എനിക്ക് കണ്ടക്ട് ചെയ്യാറുണ്ടല്ലോ. അവനല്ലേ എന്നിട്ട് നടക്കും മുഴുവൻ നടത്തിച്ചത്. ഈ വരുന്ന ഇങ്ങോട്ടൊരു കേറ്റമാ കരിമണ പോലെ കേന്ദ്രത്തിൽ തിന്നാവുന്നിട്ടുള്ളൂ. ഏതായാലും നമുക്ക് ഈ ആഴ്ച തന്നെ ഒരു പുതിയ പാർട്ടി രജിസ്റ്റർ ചെയ്യണം. തൊഴിലാളി വർഗത്തെ ആശിക്കത്തക്ക ഒരു പേരായിരിക്കണം നമ്മുടെ പാർട്ടി. തീരദേശ ലേബർ പാർട്ടി എന്തായാലും. തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളും കൈത്തൊഴിലാളികളും അടിപൊളി ഇങ്ങോട്ട് പോയി. ശരിയാ നേതാവ്. ജയന്തി മദ്യപിക്കാറുണ്ട്? വിവാഹബന്ധം ഏർപ്പെടുത്തിയതിനു ശേഷം ഞാൻ മദ്യപിച്ചിട്ടില്ല. പക്ഷേ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി എനിക്ക് കൊടുക്കണമെന്ന് തോന്നി. താങ്ക് യു വെരി മച്ച് ജയന്തി. പക്ഷേ വെറും ഒരു ദിവസത്തെ പരിചയം മാത്രമുള്ള ഞാൻ എന്നെങ്കിലും ഒരിക്കൽ ജയന്തിയെ ചതിക്കില്ലെന്ന് എന്താണ് ഉറപ്പ്? നിങ്ങളെ എനിക്ക് വിശ്വാസമാണ്. പുരുഷവർഗത്തെ ഒന്നിനെങ്കിലും ഉയർത്തിരുന്നവളാണ് ഞാൻ. പക്ഷേ നിങ്ങൾ എന്നെ വീട്ടിലേക്ക് കടന്നു വന്നത് സത്യത്തിൽ എന്റെ ജീവിതത്തിലേക്കാണ്. ജയന്തി, ഇന്ന് ഒരു പെണ്ണും എന്നെ അടിമപ്പെടുത്തിയിട്ടില്ല. പക്ഷേ നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. Cheers.
ആ